ഹലോ ഗൈസ്, നമ്മളിപ്പം ദുബായ് മാളിൽ വന്നതാണ്. ദുബായ് മാൾ, ബുർജ് ഖലീഫ ഒക്കെ കാണാൻ വേണ്ടി. ഇപ്പം നമ്മൾ ജസ്റ്റ് കയറി എന്താണ് ആ കാണുന്ന ദുബായ് മാളിലേക്ക് പോവാണ്. ആ കാണുന്നതാണ് ദുബായ് മാൾ. എൻ്റെ തൊട്ടപ്പുറത്ത് ഇത് നമ്മുടെ ഐക്കോണിക് ബുർജ് ഖലീഫ, ചുറ്റും എമാറിൻ്റെ ബിൽഡിങ്സാണ്. ഈ എമാർ ആണ് ആക്ച്വലി ബുർജ് ഖലീഫയുടെ ഓണേഴ്സ്. കൺസ്ട്രക്ഷൻ എന്തോ ഓണേഴ്സ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ ഈ ദുബായ് മാൾ എമാറിൻ്റെ ആണ്. നമ്മളിവിടെ ഇറങ്ങി ഇതിൻ്റെ താഴെയിട്ട് ഇറങ്ങിയിട്ട് നമ്മളിവിടെ കയറി നമ്മൾ അതിലെ നടന്നിട്ട് ഇങ്ങോട്ട് വരികയാണ്. പിന്നെ ദുബായ് മാളിൽ നേരെ അങ്ങോട്ട് എൻട്രൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ദുബായ് മാൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മാളല്ലേ അതെന്ന് എനിക്ക് തോന്നി. അപ്പം അത് കണ്ടാലും തീരുമില്ല, കുറേ ഉണ്ട്. അപ്പം അധികം നമുക്കിവിടെ ഒരുപാട് സമയമുണ്ട്. എന്നിട്ട് ബുർജ് ഖലീഫ ടിക്കറ്റ്സും ഉണ്ട് അതിൻ്റെ ഏതൊരു ഫ്ലോറിൽ വരെ കയറാൻ. അപ്പോൾ ബുർജ് ഖലീഫയിലെ വിശേഷങ്ങൾ ചെന്നിട്ട് കാണിക്കാം. ആദ്യം മാളിൽ ചെല്ലട്ടെ. ഇതാണ് മാളിലേക്ക് നമ്മൾ പോകുന്ന ഒരു വേ, റോഡിന് ഓപ്പോസിറ്റായിട്ട്, റോഡിന് ക്രോസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാളിലോട്ട് കയറാം. അപ്പോൾ ഇത് നമ്മൾ മാളിലേക്ക് കയറി. മാളിൻ്റെ ഫസ്റ്റ് എൻട്രി നമ്മൾ കയറിയപ്പം ഇവിടെ നമ്മൾ നോർമലി കാണുന്ന പോലെയല്ല, അതിന് അത്യാവശ്യം പ്രീമിയമാണ്. നോർമലി മാളിലുള്ളതിനൊക്കെ പ്രീമിയം എന്നാണ് കേട്ടത്. അപ്പം അഫോർഡ് ചെയ്യാനൊന്നും നല്ല അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അതുപോലെ ക്യാഷ് ചിലവാക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പം അവന്മാരെല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ കയറുമ്പോൾ തന്നെ. ഒരു എയർ ഫ്രഷ്നർ ആയിരിക്കും. എനിവേ കൊള്ളാം. ഇവിടെ ദുബായ് മാളിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാം. അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഞാൻ കുറച്ച് ഇവിടുത്തെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കാണിക്കാം. അതൊക്കെ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യൂ. എന്നിട്ട് നമുക്ക് ബുർജ് ഖലീഫയിലേക്ക് പോവാം. ഓക്കെ.